ഹായ്, ടിൻ പിൻ സ്റ്റോറീസിൻ്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് കെനിയയിലുള്ള അംബോസലി നാഷണൽ പാർക്കിലെ ഗെയിം ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ ശരത്തങ്ങളും കൂടിയിട്ട് ഇന്നിവിടെ അംബോസലിയിൽ നിന്ന് പോർട്ട് സിറ്റി ആയിട്ടുള്ള മൊംബാസയിലേക്ക് ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വലിയ ഒരു 472 കിലോമീറ്റർ ഉള്ള ഒരു റൂട്ടാണ്. 5 മിനിറ്റ് മുമ്പ് വരെ ഇതായിരുന്നു പ്ലാൻ. പക്ഷേ ഇവിടെ ഒരു സഫാരി വെഹിക്കിളിലെ ഒരു ഡ്രൈവർ പറഞ്ഞു ഇവിടുന്ന് ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് ഉണ്ട് മൊംബാസയ്ക്ക്. അതായത് ആദ്യത്തെ ഞങ്ങളുടെ പ്ലാൻ ഇവിടുന്ന് കിമാന, മക്കിൻഡു, സാവോ, വോയ് അങ്ങനെ മൊംബാസയ്ക്ക് പോകാനായിരുന്നു കേട്ടോ. പക്ഷേ ആൾ പറഞ്ഞു ഇവിടുന്ന് വേറൊരു റൂട്ടുണ്ട്, സാവോ വെസ്റ്റ് നാഷണൽ പാർക്ക്, മവാത്താത്തെ, അങ്ങനെ ഒരു റൂട്ടുണ്ട്. അതിൽ 100 കിലോമീറ്ററും 1 മണിക്കൂറും നമുക്ക് സേവ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം പ്ലാൻഡാണ്. അതായത് ഞാനല്ല പ്ലാൻ ചെയ്യണം, ഞങ്ങളാണ് മൊത്തം പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ആ ഒരു പ്ലാനിൽ പോകാമെന്നായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം, അത് അറിയാത്ത വഴി കൂടെ ഒന്ന് പോകാം. അങ്കിളും ആ വഴി പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അൺപ്ലാൻഡ് ആയിട്ടുള്ള ഈ യാത്രയിലേക്ക് തുടക്കം കുറിക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്ന് ഞങ്ങളെ വഴി തിരിച്ച് വിട്ടിട്ട് ആ ചേട്ടൻ്റെ സഫാരി വെഹിക്കിൾ എടുത്തിട്ട് ആളുടെ ഗസ്റ്റുമായിട്ട് പോവാട്ടോ. ഇന്ന് പോലീസൊന്നും ഇല്ലാത്ത റൂട്ടാണ്, അതുകൊണ്ട് ഞാനാണ് കുറച്ച് പേര് വണ്ടി ഓടിക്കുന്നത്. എത്ര പേര് ഓടിക്കാൻ പറ്റും ഞങ്ങളെ? മെയിൻ റോഡ് വരെ ഉള്ളൂ. ആ ഓക്കെ, ആ ഓക്കെ ഓക്കെ പോവാ. താങ്ക് യു. Okay, welcome. ബൈ. Okay, bye. ഇവരെ ഇന്നലെ കണ്ടതാ കേട്ടോ. ഒരാണും പെണ്ണും കൂടിയിട്ട്, അല്ലേ കൊമ്പില്ലാത്ത പെണ്ണല്ലേ, ഒരാണും പെണ്ണും കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ഇന്നലെ നമ്മൾ പോണ വഴിക്ക് ഈ ഒരു സൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് അപ്പുറത്താണ്. പെണ്ണിന് പേടിയാണ് കേട്ടോ. വന്നപ്പോഴത്തേക്കും അങ്ങനെ പേടിച്ച് ഓടി. മറ്റേ ആണവിടെ അപ്പോഴങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അടുത്തടുത്തുണ്ട് കേട്ടോ. അതേ പോകുന്ന വഴിയിൽ ഇവിടെ തൊട്ടടുത്തൊരാന, മറ്റേ ആനാണ് ഒറ്റയ്ക്ക് നിന്ന് മെയ്യുണ്ട് അവിടെ. എന്തിനാ ഞങ്ങളെ കാശും കൊടുത്ത ആൾക്കാരകത്തേക്ക് പോണേ? ഇതിന്റെ കൊമ്പ് വലുതാ. ആ നല്ല വലുതാ. രണ്ടെണ്ണം ഉണ്ട്. ഇത് മറ്റാനയാ, മറ്റേ ആനയാ. ഏതാ? അവിടെ നല്ല ഒറ്റയ്ക്ക് നിന്നില്ലേ വലിയ കൊമ്പുള്ളതേ. ഇത് തിരിയോ? ഇത് വലിയ കൊമ്പാ. ചെറുത്തോ? അതിന്റെ കത്തക്കാനം കണ്ട കൊമ്പില്ല. അപ്പുറത്തെ സൈഡ് കൊമ്പ് ഇതൊക്കെ കണ്ട അടിയിലേക്ക് പൊട്ടിപ്പോയിണ്ടെന്ന് തോന്നുന്നു. ഇത് പൊട്ടിപ്പോയി. വലത്തെ ഭാഗത്ത് വലുതാണ് കേട്ടോ. 2 തന്നെ ഉള്ളൂ. അറിയില്ല ഇനിയിപ്പോ എവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. വൈൽഡ് ബഫലോ അത് അല്ലല്ല, അത് മാനാണ്. അത് ഹിമാലയല്ല അല്ലേ, വേറൊരു കളറാണ്. ഡാർക്ക് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ അല്ലേ. വാട്ടർ ബഗ്സ് അല്ലേ. ഇതിന്റെ ബാക്കില് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് മാതിരിയൊക്കെ കാണാം. അത് തിരിയട്ടാ. ആ കണ്ടു 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 ബാക്കിൽ ആ കണ്ടു, മനസ്സിലായി എനിക്ക് എന്തോ ഉദ്ദേശിച്ചത്. വാട്ടർ ബഗ്. ഇത് മസായിച്ചിന്റെ വീടുകളാട്ടാ. കണ്ട അവരൊരു കോമ്പൗണ്ട് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ പശുക്കളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. മനയാറ്റാന്നാ പറയാ, മനയാറ്റ. മസായിസ് കൂടുതലുള്ളത് ഈ ഭാഗത്താണോ അതോ മറ്റേ മാരയിലാണോ? മാറല് ആ ചെപ്പടിയിലുള്ളവരും മസായിസ് ആണ്. ഇപ്പൊ ഇപ്പോഴൊന്ന് ടാൻസാനിയ അരൂഷ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ മസായിസാ, മസായി ട്രൈബാ. അപ്പോൾ പ്രിഡോമിനന്റ്ലി മസായി ആണ് ഇവിടെ കൂടുതൽ ട്രൈബ്, അതോ വേറെ ട്രൈബും ഉണ്ടോ? പിന്നെ 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 പോകുന്ന വഴി കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ. പശുക്കൾ പോകണുണ്ടല്ലേ. നമ്മൾ ഗുജറാത്തിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാറ്. ഇന്നലെ ഉണ്ടല്ലോ കാണിക്കണം എന്ന് വിചാരിച്ചാണ്. ഇവിടെ ഈ മരങ്ങളില്ലേ, അതായത് ഒരു ടിപ്പിക്കൽ നമുക്ക് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കാണുന്ന പോലത്തെ മരങ്ങളില്ലേ, അതിലൊക്കെ നിറച്ച് കിളിക്കൂടുകളാട്ടോ. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. ഇന്നലെ എവിടെയും നമുക്ക് ആ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി നിർത്തുക. എത്രയാണെന്നറിയോ കിളിക്കൂട്. അത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ അത് കാണുമ്പോൾ. കാരണം അത്രയും കിളികളാണ്, എല്ലാ മരത്തിലും കിളിക്കൂടായിരിക്കും. അതൊരു എങ്ങനെ പോയാലും ഒരു മരത്തിൽ ഒരു 10-30 ഇങ്ങനെ കിളിക്കൂടുകളുണ്ടാവും. ഭയങ്കര രസമാട്ടോ അത് കാണാൻ.
വൈക്കോല് മേഞ്ഞ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അതുപോലെ തോന്നും കേട്ടോ. എനിക്കത് ഭയങ്കര രസമാട്ടോ അതിങ്ങനെ നിൽക്കണതാണ്. അതിങ്ങനെ എത്രയാണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ മരത്തിന് ഒരു മുള്ളുണ്ട് കേട്ടോ, അപ്പോൾ ഇതിങ്ങനെ കൊഴിഞ്ഞു വീഴാണ്, അതിൻ്റെ ഇലയാണല്ലോ. അപ്പോൾ അതിങ്ങനെ അതെ ഈ മരത്തിൽ എങ്ങനെ കാണുന്ന മരത്തിലൊക്കെ നിറച്ച് മുള്ളുള്ളതായിരിക്കും. ശരിക്കും മീനിൻ്റെ മുള്ള് പോലെ ഇരിക്കണം. ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്തോ ജീവിയാണെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെയാണ് മനസ്സിലായ ആ മരത്തിലെ മുള്ളാണ്. ആ പക്ഷി അവിടെ പുതിയതായിട്ട് ഒരു കൂട് പണിയാട്ടോ. ഇത് രസമാണെന്നറിയോ, മസ്റ്റായിട്ട്. ആ മങ്കി ഓക്കെ. ആ ഒരു സൈഡിൽ ഇതുണ്ട് കേട്ടോ, ചോളം കൾട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേരും എന്നിട്ട് പറയാം, അവിടെ മങ്കി ഉണ്ട്, മങ്കിയുടെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കെനിയ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ വന്നിട്ട് ഇത്തിരി ദിവസമായിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഞാൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ കാര്യങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ വൃത്തിയൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതെ അങ്കിൾ കുറേ നേരം പാവം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. സോറി, കിളിക്കൂട് കാണാൻ പോയതാ. ഡീസൽ അടിക്കാൻ വേണ്ടി അവിടെ ഒരു ഷെല്ലിൻ്റെ പമ്പിൽ കയറിയതാട്ടോ. ഷെൽ വി പവർ പെർഫോമൻസ് ഫ്യൂൽ. നല്ല ഇവിടെ എന്തോ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള കേട്ടോ. എത്രയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ 202 രൂപ 20 പൈസയാണ് കേട്ടോ, രൂപയല്ല, ഇവിടുത്തെ ഷില്ലിങ്ങാണ്. അവിടെ ഒരു ബൈക്കിൽ പാട്ട് വെച്ച് വന്നേക്കണ കണ്ടാ, ബൈക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീക്കറൊക്കെ ഉണ്ട്. എനിക്ക് എവിടെ സ്പീക്കർ സീറ്റിൻ്റെ അടിയിലാട്ടോ. ഞാൻ നേരത്തെ ഡീസലിനാട്ടോ പറഞ്ഞത്, തെറ്റി പറഞ്ഞാണ്. ഡീസലല്ല, പെട്രോളാട്ടോ. പെട്രോളിനാണ് 202 രൂപ 20 പൈസ. ഡീസലിന് എത്രയാണോ? സ്പീക്കർ ഇസ് അണ്ടർ ദ സീറ്റ്. ഓ ദാറ്റ് ഇസ് എ ബ്ലൂടൂത്ത് സ്പീക്കർ ഓർ ലൈക്ക് ഇൻബിൽറ്റ്? ബ്ലൂടൂത്ത്. ഓക്കെ. പാട്ട് നിർത്തിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചാട്ടോ, ബ്ലൂടൂത്ത് സ്പീക്കറാണോ അതോ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വെച്ചേക്കാണെന്ന്. ഡീസലിന് 201.3 ഷില്ലിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ടയറിൽ ഇത്തിരി കാറ്റ് കുറവായിരുന്നു, അത് എയറടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ, അതായത് പുതിയ റൂട്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു, അത് മൊത്തം നമ്മൾ മൊത്തമല്ല, ഒരു മേജർ പോർഷൻ ടാൻസാനിയ ബോർഡർ കൂടെയാണ് പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നതും കുറേയൊക്കെ ടാൻസാനിയ ബോർഡറിൻ്റെ സൈഡിൽ കൂടെയാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് സിം കാർഡ് എടുത്തിട്ടുണ്ട് എയർടെൽ. അപ്പോൾ അത് പിടിക്കുന്നത് മൊത്തം ടാൻസാനിയ എയർടെല്ലിലാണ്. അപ്പോൾ റോമിംഗ് എന്നാണ് കാണിക്കുന്നത്, നെറ്റും കിട്ടില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കാര്യം നമ്മൾ കെനിയ കൂടെ ആണെങ്കിൽ സിഗ്നലൊക്കെ ടാൻസാനിയാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ മൗണ്ട് കിളിമഞ്ചാരോ കാണാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നലെ മൊത്തം മേഘമായിരുന്നു, ഇന്ന് മൊത്തം മേഘമാണ്. പക്ഷേ ഇന്ന് കുറച്ചും കൂടി ക്ലിയർ ആണ് കേട്ടോ. ആ കാണുന്നതാണ് മൗണ്ട് കിളിമഞ്ചാരോ കേട്ടോ. അത് ടാൻസാനിയയിലാണ് അല്ലേ, മൊത്തത്തിൽ ടാൻസാനിയയിലല്ല. ഈ കിളിമഞ്ചാരോന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിന് മുകളിൽ ഐസാട്ടോ. അത് നല്ല 5600 മീറ്റർ അബവ് സീ ലെവൽ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ മേഘത്തിന്റെ ഇടയിൽ കൂടെ ചില ഭാഗത്ത് ആ ഒരു മഞ്ഞിന്റെ പോർഷൻ കാണാം. പക്ഷെ ആ ഒരു ഭാഗത്ത് നിറച്ച് മേഘാട്ടോ. ഞങ്ങൾ ഈ ഒരു വഴി എടുത്തത് തന്നെ അത് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. സൈഡിൽ മൊത്തം ചോളാട്ടോ, മുഴുവൻ ചോളത്തിന്റെ കൃഷിയാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വാഴ കാണാം. ഇതല്ലാതെ വേറൊരു കൃഷി കാണുന്നില്ല. സ്പിനാച്ച് അങ്ങനത്തെയൊക്കെ ചെറുതല്ലാതെ കൂടുതൽ കാണുന്നതേ പിന്നെ വന്നു ചോളം. റോഡ് സൈഡിൽ വരെ ചോളം കൃഷിയാട്ടോ, അറ്റത്ത് വരെ. അപ്പോൾ ഈ വഴിക്ക് കയറിയത് ശരിക്കും നന്നായി, കാരണം നല്ല പച്ചപ്പുണ്ട്. കുറേ വില്ലേജസിന്റെ ഇടയിൽ കൂടെയാണ് പോണേ, കാഴ്ചകൾ നല്ലതാണ്. ട്രക്കുകളില്ല. ഇന്നലെ നമ്മൾ വരുമ്പോൾ മെയിൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇങ്ങനെ കുറേ ട്രക്കുകൾ. അപ്പോൾ നമുക്ക് ഒരു 2 ലൈൻ ആകുമ്പോൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ട്രാഫിക് റൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ അതിൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ അങ്ങനെ, അതായത് നമ്മുടെ നാട്ടിലുണ്ട് അത്, പക്ഷേ ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആ ഒരു കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ഇതിൽ നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്.
ഓക്കെ. അങ്ങൾ എൻ്റെ അടുത്ത് മാപ്പ് നോക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മുമ്പ് നമ്മളൊരു ലെഫ്റ്റ് എടുക്കണതിന് വരെ അറിയാത്ത റൈറ്റ് എടുത്ത് ഇപ്പോൾ ടാൻസാനിയ ബോർഡറിൽ വന്ന് നിൽക്കുക കേട്ടോ, കെനിയൻ ടാൻസാനിയ ബോർഡറിൽ. അപ്പോൾ ഇവിടെ കെനിയൻ നാഷണൽസിന് ടാൻസാനിയ കൂടെ ക്രോസ് ചെയ്ത് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. അങ്കിള് കെനിയൻ പാസ്പോർട്ട് ഹോൾഡറാണ്, അപ്പോൾ അങ്കിളിന് അതിൽ ട്രാവൽ ചെയ്യാം. പക്ഷേ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു മറ്റേ ട്രാൻസിറ്റ് വിസ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ട്രാവൽ ചെയ്യാമെന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്കിള് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കാണും. ഇവിടെ പോലീസുകാർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോട് അകത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ബോർഡറിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, കസ്റ്റംസിന്റെ പോസ്റ്റിന്റെ അടുത്ത്. എന്താ പറഞ്ഞവര്? അവര് പറഞ്ഞു നമുക്കിത് അറിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ പറഞ്ഞു കഴിഞ്ഞാല് കൊമേഴ്സ് ഇൻഷുറൻസ്, മറ്റേതൊക്കെ അവർ ഓക്കെയാന്ന് പറഞ്ഞു. അതായത് ഇന്ത്യൻസിന് പോകാൻ പറ്റും, ഫോറിൻ പാസ്പോർട്ട് ആണ്, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കൊമേഴ്സ് ഇൻഷുറൻസ് വേണം. കാര്യം കുറച്ച് ദൂരെ ടാൻസാനിയ കൂടെ കവർ ചെയ്യുന്നുള്ളൂ, പക്ഷെ നമുക്ക് ഇൻഷുറൻസ് വേണം, നിർബന്ധമാണ്. ഈ റൈറ്റ് നമുക്കൊന്ന് ചോദിച്ചോക്കാം. എന്താ ചോദിക്കണ്ടേ? Can we go this way? Voi? Voi? Okay. Good road? Okay. It's good road, huh? Not good? Rough. Okay. But it is good. Thank you. റഫ് റോഡ് എന്ന് പറയുമ്പോൾ ടാറിടാത്ത മൺവഴി. അടുത്ത 50 കിലോമീറ്റർ റഫ് പാച്ചിൽ കെനിയയുടെ ഉൾഗ്രാമങ്ങളും മനുഷ്യരും അവരുടെ ജീവിത രീതികളും കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മാത്രമല്ല, മൺവഴി കണ്ടപ്പോഴാണ് എൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ 80കളിൽ കേരളത്തിലുണ്ടായിരുന്ന പോപ്പുലർ കാർ റാലികളിലെ നിറസാന്നിധ്യമായിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കെനിയയുടെ ഇങ്ങനെ ഇന്റീരിയർ ആയിട്ടുള്ള ഭാഗത്ത് കൂടെ ആട്ടോ പോണേ. ഒരു സൈഡിൽ ടാൻസാനിയ, ഒരു സൈഡിൽ കെനിയ. നമുക്കിങ്ങനെ ശരിക്കും വില്ലേജ് ലൈഫും ആൾക്കാർ പശുക്കളെ മേയിച്ച് പോകുന്നതും പിന്നെ ഇവിടുത്തെ ലോക്കൽ മസായിസ് ഇങ്ങനെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നതും ഒക്കെ കാണാം കേട്ടോ. പിന്നെ മിക്കവരും ഈ ബൈക്ക് പോകുന്നതിൽ 2 പേരായിട്ടിരുന്ന് പോകണമെങ്കിൽ അതിൽ ഒരു ആടും കൂടി ഉണ്ട് കേട്ടോ. അത് കുറേ എണ്ണമായി കാണുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 58-60 കിലോമീറ്ററായി. ഇതുവരെ നമുക്ക് അയ്യോ ആട് ഇതുവരെ നമുക്ക് കിളിമഞ്ചാരോന്റെ വ്യൂ പോയിട്ടില്ല കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റാ പോലെ അതിനിങ്ങനെ ചുറ്റിയിട്ടാണ് പോണത്. അപ്പോൾ ഇതുവരെ ആ ഒരു പോർഷൻ മാത്രം, ബാക്കി എല്ലാം തെളിഞ്ഞു. ആ ഒരു പോർഷൻ മാത്രം ഇപ്പോഴും മേഘം നിൽക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഭംഗി മൊത്തത്തിൽ അങ്ങോട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കില്ല, അല്ലേ? നോക്കാം. അങ്ങനെ ഏകദേശം 50 കിലോമീറ്റർ ഓടിച്ച് നമുക്ക് അവസാനം ടാർമാക്ക് വന്നേക്കാണ് കേട്ടോ. ചുംബിനി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ചുംബിനി ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റോഡ് കറക്റ്റായിട്ട് റോഡ് വന്നു. നേരത്തെ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുംബിനി തൊട്ട് റോഡ് ഉണ്ടാവുന്നു. അപ്പോൾ കുറേ നേരമായി കേട്ടോ. അങ്ങോട്ട് നല്ല പൊളിച്ചാണ് ഓടിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എത്തിയത്. അല്ലെങ്കിൽ ശരിക്കും എത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോഡ് മൊത്തം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ചൈനക്കാരാട്ടോ. ഇവിടെ നിൽക്കുന്ന നമുക്ക് ഈ വഴിയിൽ പോകുമ്പോൾ നിറച്ച് ചൈനക്കാരെ കാണാം. എല്ലാം ഇങ്ങനെ എൻജിനീയേഴ്സാന്ന് തോന്നുന്നു. അപ്പോൾ അവർ മറ്റേ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണേ. മെഷീൻസ് ഉപയോഗിക്കുന്നത് മൊത്തം ചൈനീസാണ്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കാണുന്ന ഹൈവേ മൊത്തം. നമ്മൾ A23 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈവേയിലേക്ക് കയറി കേട്ടോ. ഇവിടുന്ന് 96 കിലോമീറ്ററാണ് വോയ് എന്ന് പറയുന്ന ഹൈവേ. വോയ് പറയുന്ന സ്ഥലം അത് ശരിക്കും പറഞ്ഞാൽ നൈറോബിയിൽ നിന്ന് മൊംബാസ പോകുന്ന ആ ഒരു ഇതിൽ ഒരു മിഡ് പോയിന്റ് പോലെയാണ് കേട്ടോ. ഇപ്പോൾ ദൂരെ നമുക്ക് ഒരു റെഡ് എലിഫൻറ്റിനെ കാണുന്നുണ്ട് കേട്ടോ. കുറേ ദൂരെയാണ്.
ആനയെന്ന് തോന്നുന്നു ആ മരത്തിന്റെ ചുവട്ടില് അല്ലേ കാണാണ്ട ആനയെന്ന് തോന്നുന്നു കൊറേ ദൂര. അപ്പോൾ ഈ വഴിയില് ഇടയിൽ ബോർഡുകൾ കാണാനുണ്ട്, ജിറാഫും അല്ലെങ്കിൽ മാനും ആനയൊക്കെ ക്രോസ് ചെയ്യുന്നത് ആണെന്ന് തോന്നുന്നു. നമ്മളെ അവിടെ എനിക്ക് കറക്റ്റായിട്ട് കാണാനില്ല, എന്തോ അനങ്ങണ പോലെ ഉണ്ട്. ആണ് 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 ചുമന്ന ആനയാണ്, റെഡ് എലിഫന്റ്. അപ്പൊ ഇവിടുത്തെ മണ്ണ് ചുമപ്പ് കളറാട്ടോ മണ്ണിന്. അപ്പൊ ആ മണ്ണ് മേത്ത് വാരി പൂശിയിട്ടാണ് ആനയ്ക്ക് ചുമന്ന കളർ വരുന്നത്. അപ്പൊ അത് മഴ പെയ്താലും ആ ഒരു ചെറിയൊരു ചുമപ്പ് കളർ അതിന് നിൽക്കും. ഇതേ അവിടെ ഇതേ കണ്ട. ആഹാ ഇത് രസാ. കണ്ണൊക്കെ നല്ല പവറാ. എന്റെ അല്ലേ എന്ത് രസാന്ന് നോക്കി. തൊട്ടടുത്താണ് നിൽക്കണേ. അവിടെ നിന്ന് പുല്ല് മെഞ്ഞോണ്ടിരിക്കുകയാണ്. ഇടയിലൊരു കിടങ്ങ് പോലെ ഉണ്ട് റോഡിന്റെയും ആനയുടെയും ഇടയിൽ. ഇങ്ങോട്ടൊരു നോട്ടം കൊടുക്കണ്ടല്ലോ നിങ്ങളെ. അത് ഇവിടെ ഒരു കിടങ്ങുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. റെഡ് എലിഫൻസിന് ഇത്ര അടുത്ത് കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിലെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഈ റൂട്ടിലല്ല, നമ്മൾ മറ്റേ റൂട്ടിലല്ലേ കൂടുതൽ കാണാൻ. ഞങ്ങൾ ആദ്യം പോകാമെന്ന് വിചാരിച്ച റൂട്ടിൽ കാണുന്നവരുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇന്നലെയൊക്കെ കണ്ടതിനേക്കാൾ ശരിക്കും അടുത്താണ്. അപ്പം അവിടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡ് പാഴ്സൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അത് പാഴ്സൽ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളത് കഴിക്കാൻ എന്തൊക്കെയാണല്ലേ, സാൻഡ്വിച്ച് മുട്ട, ബ്രെഡ്, മുട്ട, എന്തൊക്കെയോ സോസേജും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെയും കൂടി ഒന്ന് ഞാൻ എടുക്കട്ടെ. വിശക്കുണ്ടായിരുന്നില്ല, ഞങ്ങൾ കഴിക്കണുണ്ടപ്പോൾ വിശക്കണം. അപ്പോൾ ആന അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഞങ്ങളും ഇവിടെ ഇരുന്നിട്ട് ബ്രെഡും പിന്നെ സോസേജും അതൊക്കെ കഴിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. കുറേ ജിറാഫ് അങ്ങോട്ട് നോക്കാൻ പറ്റുമോ വഴിയിൽ ബാക്കിലേക്ക്? നടന്നോട്ടെ. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി സ്റ്റോപ്പൊക്കെ നല്ല സ്പീഡിലാണ് പോയിരുന്നത്. ബ്രേക്ക് ഇട്ട് വന്നപ്പോഴത്തേക്കും കുറേ ദൂരമായി. അപ്പോഴത്തേക്ക് നിറച്ചുണ്ട് ജിറാഫ്. കണ്ടോ അവിടെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു പോയിന്റിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഇതാണ് മാക്സിമം സുഖം എനിക്ക് കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടോ. അപ്പം എന്നെ കണ്ടിട്ട് അതവിടെ എന്നെ നോക്കി നിൽക്കുക കേട്ടോ. ഞങ്ങൾ വന്തി റിവേഴ്സ് എടുത്തു. ഇതേ അവിടെ ഉണ്ട്, അവിടെ ഒരു 3 ഉണ്ട്. 1, 2, 3 ആ ഭാഗത്ത് തന്നെ ഉണ്ട്. അവിടെ 4 ഉണ്ട്. കുറേ ഉണ്ട്. പിന്നെ ഉണ്ട്, ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അവരൊന്ന് പറയണതാണ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്. ജിറാഫ് ഇപ്പോഴും നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ സാവോ എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറോബിയിൽ നിന്ന് മൊംബാസ പോകുന്ന വഴിക്ക് ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് സാവോ വെസ്റ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ റെഡ് എലിഫൻറ്റിനെ കണ്ടതും ഇപ്പോൾ ഈ കാണുന്ന ജിറാഫ് കൂട്ടം വരെ നിൽക്കണമൊക്കെ സാവോൻ്റെ ഭാഗമാണ്. ഞങ്ങളെ കുറേ ഉണ്ട് ഈ ഭാഗത്തൊക്കെ, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാന്ന് പറഞ്ഞ അതെ അല്ലേ. ദൂരെ ഒരു ജിറാഫ് റോഡിന്റെ നടുവില് നിൽക്കുന്നുണ്ട് കേട്ടാ. ശരിക്കും നടുവില്, മറ്റേ യെല്ലോ ലൈനിലാണ് നിൽക്കണത്. ഇതാണ് ക്രോസ് ചെയ്ത ആള്. പിന്നെ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇവിടെ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പൊ എല്ലാരും വണ്ടി നിർത്തിട്ടൊന്ന് പേടിയായിട്ടുണ്ടാവും.
സീബ്ര ഉണ്ടടാ, സീബ്ര എല്ലാം ഇവിടെ കാണണ്ടെങ്കിൽ നിറച്ചുണ്ട് സീബ്ര. നമുക്ക് ഇന്നലെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി നമുക്ക് വിസിബിൾ ആണ്. നേരത്തെ ജിറാഫ് നിന്ന പോലെ ഇയാളെന്തേ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. അത് കൂടാണ്ട് മാനുകളും ഉണ്ട്. ആ മാന, അത് മാൻ നിൽക്കണം. ഇത് സീബ്ര, ഇത് മാൻ. മുമ്പിൽ പോണ വണ്ടിയുടെ ബാക്കിൽ എഴുതിയേക്കണ മൊംബാസ ടവേറ്റ മോഷി. അപ്പോൾ മോഷി എന്ന് പറയുന്നത് ടാൻസാനിയയിലുള്ള സ്ഥലം കേട്ടോ, ആ ബോർഡറിൽ. അപ്പോൾ മോഷി ടു മൊംബാസ പോകുന്ന പ്രൈവറ്റ് വെഹിക്കിളാണിത്. ഇവിടെ റോഡിൽ എന്തോ റാലി നടക്കുന്നുണ്ട് കേട്ടോ. കുറേ റേസിങ് കാഴ്സൊക്കെ റേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ ഒതുക്കാൻ പറഞ്ഞു. ഏത് വണ്ടിയാന്ന് അറിയോ നിങ്ങളെ? ഇത് വേറെ കേട്ടോ, ഇത് സാധാ. അപ്പൊ ഇതുപോലെ കുറെ നേരമായിട്ടോ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകണം. ഞങ്ങൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്തിട്ടേ വേറൊരു ഊന്നുള്ള സൗണ്ടാണ്. അപ്പൊ കുറെ ഇങ്ങനെ കാണുന്നു റാലിക്ക് വണ്ടി പോണത്. എനിക്കത് എടുക്കാൻ കിട്ടണമെന്നില്ല. ഇപ്പൊ കറക്റ്റായിട്ട് ഇവര് ഒതുക്കാൻ പറഞ്ഞു. അവിടെ ഈ ഭാഗത്ത് നിന്ന് എവിടുന്നോ ഇങ്ങനെ ഡേർട്ടിൽ കൂടെ അതിങ്ങനെ വന്നിട്ട് റോഡിലേക്ക് കയറിയിട്ട് പോവാണ്. അപ്പൊ അവിടെ എല്ലാവരും ബ്ലോക്ക് ചെയ്തേക്കാം. അവിടെയൊക്കെ വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് എവിടുന്നാണ് വരുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ച് ഫൈനലി നമ്മൾ പോയി എത്തിയേക്കാണ് കേട്ടോ. അതായത് നൈറോബിയിൽ നിന്ന് മൊംബാസ പോകുന്ന ഹൈവേ ആണിത്. നമ്മൾ ഇന്നലെയൊക്കെ ഈ ഹൈവേയിലാണ് വന്നിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ അതെ വീണ്ടും ആ ഹൈവേയിലേക്ക് കടന്നിരിക്കുന്നില്ല, കടക്കാൻ പോകുന്നു. ഇവിടെയൊക്കെ ആൾക്കാർ ഡ്രൈഡ് എന്തൊക്കെയോ ടപ്പിയൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ബൈക്ക് ടാക്സിക്കാരുണ്ട്. റൈറ്റ് അല്ലേ വേണ്ടേ? ആ പെട്രോൾ അടിക്കാനാ? ആ കാപ്പി കുടിക്കണം. ഓക്കെ, റെസ്റ്റ് എടുക്കാൻ. ഞാൻ നേരത്തെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ കുറേ ആയിട്ട് ഓടിക്കണം. എനിക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം ഓടിക്കണം. ഈ കാണുന്നതാണ് കേട്ടോ മക്കിന്നോൺ മോസ്ക്. സയ്യദ് ഭഗാലി ഷാ മോസ്ക് എന്നും പറയും. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. നല്ല വെയിലും ചൂടുമായിട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ മക്കിന്നോൺ റോഡ്, ഈ സ്ഥലത്തിൻ്റെ പേരാണോ മക്കിന്നോൺ റോഡ്? ഓക്കെ ഓക്കെ, പഴയ റെയിൽവേ അല്ലേ. അപ്പോൾ പണ്ട് കാലത്ത് കേട്ടോ, എനിക്ക് തോന്നുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ലുനാറ്റിക് റെയിൽവേ എന്നാണ് ഇതിന് പറയുന്നത്. ഈ റെയിൽവേ ലൈനിൽ ഇപ്പോൾ ഇത് വർക്കിംഗ് ഒന്നല്ല, പഴയ റെയിൽവേ ലൈനാണ്. അപ്പോൾ ആ കാലത്ത് ഇവിടെ ഇത് പണിയുന്ന സമയത്ത് ഇന്ത്യക്കാരെ കുറേ പേര് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ റെയിൽവേ ലൈൻ പണിയാൻ. അപ്പോൾ ആ സമയത്ത് ഇവിടെ സിംഹം, പാമ്പ് കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സയ്യദ് ഭഗാലി ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം പഞ്ചാബിയായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ പ്രയേഴ്സൊക്കെ ചെയ്ത് ഇവിടെ ഈ സിംഹം വരാതായി, അല്ല പിന്നെ ആൾക്കാരെ പാമ്പ് കടിക്കാതായി. അങ്ങനെ അദ്ദേഹം 1902 ഒരു റെയിൽവേ ഇത് പണിയുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെയാണ് ഖബറടക്കിയത്. പണ്ട് കാലത്ത് ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ഷൈനായിരുന്നു. പിന്നെ ഇവിടെ ട്രാവലേഴ്സ് വന്ന് നമ്മുടെ അങ്കിൾ പറഞ്ഞ പോലെ എടപ്പള്ളി പള്ളിയില്ലേ, അപ്പോൾ അവിടെ ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യാനികളായാലും അവിടെ ഇങ്ങനെ എന്തെങ്കിലും മെഴുകുതിരി കത്തിക്കും, അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ അതുപോലെ ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് പ്രാർത്ഥനയും ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ വലിയൊരു മോസ്കായിട്ടോ, ബഗാലി ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മോസ്കാണ്. അപ്പോൾ ഈ നമ്മൾ വരുമ്പോൾ ഒരു റെയിൽവേ ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് കാലത്ത് ഇതിൽ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ സ്ലോ ഡൗൺ ചെയ്യും, ആദരസൂചകമായിട്ട് ഒരു ഹോണും അടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റെയിൽവേ ലൈൻ അപ്പുറത്തെ സൈഡിലാണ്, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആ മോസ്ക് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് വന്നിട്ടില്ല ഇവിടെ? ആ സാധാരണ ട്രെയിൻ തന്നെ അല്ലേ? ആൾക്കാർ വന്ന ആൾക്കാർക്കുള്ള റെസ്റ്റ് ചെയ്യാം. കുറേ ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോൾ അതൊരു ബ്രേക്ക് പോയി.
റെയിൽവേ ലൈനിൻ്റെ നമ്മുടെ നാട്ടിൽ പണ്ട് മരത്തിൻ്റെ പലകകളായിരുന്നില്ലേ, ഇപ്പോൾ കോൺക്രീറ്റ് അല്ലേ. ഇതിന് മെറ്റലിൻ്റെ നല്ല ഉരുക്ക് പോലെ പണ്ടത്തെ നല്ല എന്താ പറയുക ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ടേക്കണേ. ഇങ്ങനെ ഇങ്ങനെ ഇടല്ലേ, 2 ലൈനിനെയും കണക്ട് ചെയ്തിട്ടാണ്. ഉഗാണ്ടൻ റെയിൽവേ കൊണ്ടുവന്ന പോലെ ബ്രിട്ടീഷുകാർ കെനിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഐറ്റമാണ് സിസൽ. ഇത് അഗാവെ സ്പീഷീസിൽ വരുന്ന ഫൈബറസ് ഇലകളുള്ള ഒരു ചെടിയാണ്. നമ്മുടെ ടക്കിയിലെ ഉണ്ടാക്കുന്ന അഗാവെ അല്ല കേട്ടോ, ഇത് ഫൈബറസ് ആയിട്ടുള്ള ഇലകൾക്ക് വേണ്ടി മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അഗാവെ സ്പീഷീസ് ആണ്. റോഡിന്റെ ഇരുവശവും ഹെക്ടർ കണക്കിന് ഏരിയയിൽ സിസൽ കൾട്ടിവേഷൻ ആണ്. ഈ സിസലിന്റെ ഇല കൊണ്ട് കയർ, ചവിട്ടി, പേപ്പർ, ബോഡി സ്ക്രബ്, ഹോം ഡെക്കോർ, ബാഗ്, പാക്കിംഗ് മെറ്റീരിയൽസ്, ജിപ്സം ബോർഡ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ടോയ്സ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു വർഷം 400 കോടി രൂപയ്ക്ക് മുകളിൽ എക്സ്പോർട്ട് റവന്യൂ ആണ് സിസലിൽ നിന്ന് മാത്രം കെനിയ ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടി മൊംബാസ എത്താറായതോടുകൂടി റോഡിൽ ഓട്ടോറിക്ഷയും റോഡ് സൈഡിൽ തെങ്ങും കണ്ടു തുടങ്ങി. കെനിയയിലെ ആദ്യ സെറ്റിൽമെന്റും പണ്ടത്തെ ക്യാപിറ്റലും ഇന്ന് നൈറോബി കഴിഞ്ഞാൽ കെനിയയിലെ ഏറ്റവും വലിയ നഗരവുമാണ് മൊംബാസ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈസ്റ്റ് ആഫ്രിക്കയിലേക്കുള്ള ഗേറ്റ് വേ ആയി ഈ ദ്വീപ് പിടിച്ചടക്കാൻ അറബികളും പറങ്കികളും ബ്രിട്ടീഷുകാരും വർഷങ്ങളോളം യുദ്ധം ചെയ്ത ഈ ഐലൻഡിന് സ്വാഹിലിയിൽ ഒരു ഓമന പേരുണ്ട്, കിസിവ ചവിത്ത, അഥവാ യുദ്ധങ്ങളുടെ ദ്വീപ്. മൊംബാസ എത്തിയതും കിലിന്തി ഹാർബറും കപ്പൽ ചാലുകളും പോർട്ട് ഓഫ് മൊംബാസയും ഒക്കെ കണ്ടു തുടങ്ങി. 80കളിലെ മലയാള സിനിമകളിൽ കാണുന്ന ദുബായും ഷാർജയും ഒക്കെയാണ് മൊംബാസ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. വണ്ടി ഐലൻഡ് കടന്ന് ന്യാലിയിലേക്ക് വിട്ടു. ഇന്നിവിടെ ന്യാലിയിൽ ശരത്തങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള കണ്ണൂർക്കാരൻ രാകേഷ് ചേട്ടൻ്റെ വീട്ടിലാണ് താമസം. നേരെ മുന്നോട്ട് എടുത്തിട്ട് ബാക്കിൽ അടിച്ചിട്ടോ, ഇതെന്റെ വണ്ടി. ഹരി അപ്പോൾ ഇതാണ് രാകേഷ് ചേട്ടൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ടൗണിൽ തന്നെ അല്ലേ? കണ്ണൂർ ചിറക്കൽ എന്ന് പറയും. ചിറക്കിലാണ് അറിയാം. അപ്പോൾ ചേട്ടനിവിടെ ഞാനിവിടെ സിംബ അപ്പരൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എനിക്ക്. ഞങ്ങൾ 4 പാർട്ട്നേഴ്സാണ്. കെനിയയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് എംപ്ലോയറും കൂടിയാണ്. 4500 വർക്കേഴ്സ് ഉണ്ട്. ഓ ഓക്കെ. അപ്പോൾ 22 കൊല്ലം എന്തായി അല്ല? 22 കൊല്ലം ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവർ പണ്ട് ഉള്ള പരിചയമാണ് രണ്ടുപേരും. അങ്ങനെയാണ് ഞങ്ങൾ എത്രയോ കാലത്തെ പരിചയമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചുരുക്കമാണ്. ഇന്നിവിടെ ഈ ചേട്ടൻ്റെ വീട്ടിലാട്ടോ നിൽക്കണേ. അപ്പോൾ കൂടുതൽ നമുക്ക് ഇവിടുത്തെ മൊംബാസയിലത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ.